ബ്രോ, ഈ നമ്മളെ ആശ്രാം മൈതാനം, ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരത്തെ ഫുട്ബോൾ കളിച്ചായിരുന്നല്ലോ, അപ്പോൾ അതിനെ പറ്റിയൊരു എക്സ്പീരിയൻസ് എന്താ, ഒപ്പീനിയൻ? ഇതൊരു ആശ്രാമം ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ഇപ്പം നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഒരു രാവിലെ മോർണിംഗിലാണെങ്കിൽ 8 മണി തൊട്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്രീ ആണ്. ആ സമയത്ത് നമ്മൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നു. അല്ല, ഇത്രയും നാളായിട്ട് കളിച്ചു തുടങ്ങിയല്ലോ, അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം നമ്മളെ കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. ആ ഡിസ്ട്രിക്റ്റിൻ്റെ കുറച്ച് പോരായ്മകൾ ഒത്തിരി ഉണ്ട്. കാരണം നമുക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല. ആ ഗ്രൗണ്ടിൽ ഉള്ള കാര്യങ്ങൾക്കുള്ള ഈ ഫുട്ബോൾ കളിക്കാനുള്ള അവൈലബിലിറ്റി ഇല്ലാത്ത സ്ഥലമാണ് കൊല്ലം. അപ്പം അങ്ങനെയുള്ള പോരായ്മകളുണ്ട്. പിന്നെ ഇവിടുത്തെ കുട്ടികൾ ഒരു 15 കൊല്ലത്തിന് മുമ്പ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉള്ള കൊല്ലം ജില്ലയായിരുന്നു. ഇപ്പോൾ അത് ഡൗൺ ആണ്. കാരണം ഗ്രൗണ്ട് ഇല്ല, അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതിൻ്റെ പോരായ്മയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഫീൽഡിൽ വന്നത് 2 വാക്ക് സന്തോഷ് ട്രോഫി കളിച്ച പ്ലെയർ. സന്തോഷ് ട്രോഫി കളിച്ച പ്ലെയർ 2 വാക്ക് പറയടാ. ഇവിടെ കളിച്ചിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 12 കൊല്ലത്തിലോളമായി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇക്കാലത്ത് ഈ ഒന്നും എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഈ ഫുട്ബോളിലോട്ട് വരാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും റീസൺ കാണുമല്ലോ. റീസൺ എന്തുവാ? ഒരുപാട് സന്തോഷം കിട്ടും പന്ത് കളിക്കുമ്പോൾ. ഒരു മനസ്സിലൊരു സന്തോഷവും കുളിർമയൊക്കെ കിട്ടുമല്ലേ? പന്ത് കളിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടും. ബ്രോന്റെ പേരും കൂടെ ഒന്ന് പറയാമോ? ലൈഫിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ റിലീഫ് ആവും. ഓക്കെ, ബ്രോന്റെ പേരും കൂടെ ഒന്ന് പറയാമോ? ഓക്കെ ഓക്കെ. എവിടെ വീട്? എന്താണ് നമ്മളെ ആശ്രാം മൈതാനത്ത് ഫുട്ബോൾ കളിച്ചിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ബ്രോയ്ക്ക്? എക്സ്പീരിയൻസ് ഒന്നുമില്ല. എല്ലാവരും വന്ന് കളിക്കും, പ്രാക്ടീസ് ചെയ്യും. ഗ്രൗണ്ടില്ലാത്ത പോരായ്മ ഉണ്ട്. ഗ്രൗണ്ടില്ലാത്ത ഒരുപാട് പോരായ്മ ഉണ്ട് ഇവിടെ. അതൊരു പ്ലേയേഴ്സിന് കളിക്കാനോ ലെവൻസ് കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും. ഇവിടെ ഒരുപാട് സംഭവങ്ങൾക്ക് ഇനിയും വരാറുണ്ട്, മാറ്റങ്ങൾ വരാറുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഫുട്ബോളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. ഓക്കെ, താങ്ക്സ്. നമ്മളിപ്പോൾ ഫുട്ബോൾ ഇവിടെ കളിക്കാൻ വന്നല്ലോ, അപ്പോൾ ഈ കളിക്കാൻ വന്ന ബ്രോയിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? ഈ മൈതാനത്തെ കുറിച്ചായാലും, ഈ നമ്മൾ ഓടത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ പ്രാക്ടീസിന് വേണ്ടി ഓടത്തില്ല, പ്രാക്ടീസിനായാലും നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതിനായാലും ബ്രോയിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറ. ഓക്കെ, അത് മതി. ഗ്രൗണ്ട് നമുക്ക് ആദ്യം സ്റ്റേഡിയമായിരുന്നു. അവസാനം അവർ പണിയാൻ വേണ്ടി എടുത്ത് കുറേ മാസത്തോളം ഇങ്ങനെ കടന്ന് ഗതിയട്ടിട്ടാണ് ഇവിടെ വന്ന് കളിക്കുന്നത്. ഇത് കളിക്കാൻ ഒരു നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി തരണം. ഈ കൊല്ലത്തെ അസോസിയേഷൻ ഉണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പം നല്ലതായിട്ട് ഞങ്ങൾക്ക് ഒരു പഴയ ഗ്രൗണ്ട് തിരിച്ചു തരണം, അതേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. പിന്നെ കളിക്കാൻ വരുന്നത് ഞങ്ങൾ ആദ്യം സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് കളിക്കാൻ വരുന്നത്. നമ്മൾ സാധാരണപ്പെട്ട വലിയ പൈസ ഒന്നും ഇല്ലാത്ത സാധാരണപ്പെട്ട കുടുംബത്തിലുള്ള പ്ലേയേഴ്സാണ്. നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ വന്നതാണ്. പിന്നെ നമ്മൾ ആദ്യം ഭാവിയിൽ നോക്കി വന്നപ്പോൾ ഇവിടാണ് സേഫ് ആയിട്ടില്ല. ഇനിയും വരാറുണ്ട്, ഇനി കുറെ സംഭവങ്ങളൊക്കെ വരാറുണ്ട്. ഇഷ്ടം പോലെ ഇനി ക്രിക്കറ്റിലായാലും വേറെ എന്തത്തിനായാലും വരാറുണ്ട്. ക്രിക്കറ്റിൽ ഇപ്പൊ തന്നെ ഈ ഗ്രൗണ്ട് സ്വന്തമായിട്ട് ക്രിക്കറ്റിന്റെ ഫുട്ബോളിനായിട്ട് നമ്മൾ ഒരു കളിക്കാൻ പറ്റിയ ഒരു സംഭവം ഇവിടെ ഇല്ല. ഒരു കളിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മളെ മനസ്സുകൊണ്ടല്ലേ ഇപ്പൊ നമ്മള് ഇപ്പം നമുക്ക് ആപ്പാടുള്ളത് നമ്മളെ കോച്ച്, ഈ കോച്ച് വരുന്നോണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ നമ്മള് എറണാകുളം ജില്ലയിലൊക്കെ, ഞാൻ എറണാകുളത്ത് ഒരു വർക്ക് ചെയ്യാൻ പോയ ഒരാളാണ്. അപ്പം അവരൊക്കെ എന്ന് വെച്ചാൽ ഈ ഇതുണ്ടല്ലേ, നമ്മളെ പുല്ലിൻ്റെ ഒരു പുല്ല് വെച്ചിട്ടൊരു സംഭവം, അതായത് കിടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. അത് സംഭവം ഇവിടെ കൊണ്ടുവരണം. അത് ചെയ്യാനും പറയുന്നുണ്ട്, ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. നമ്മൾക്ക് ഉറപ്പ് വാഗ്ദാനം മാത്രമല്ലേ തരുന്നുള്ളൂ, ചെയ്ത് കാണിക്കട്ടെ, അത് ചെയ്ത് കാണിക്കാൻ. ഓക്കെ, ബൊറേൻ്റെ പേരെന്താണ്? താങ്ക് യു. എല്ലാവരും കൂടി ഒന്ന് ചേർത്ത് പറയാൻ ഒരു വാക്ക് പറഞ്ഞു. നമുക്ക് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ. ഫുട്ബോൾ ഗ്രൗണ്ട് പറഞ്ഞു. Ready, 1, 2, 3, start.
ഞങ്ങൾക്ക് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് എന്നും കിട്ടും, അത്രേ ഉള്ളൂ ചോദിക്കാൻ. എന്താ നമുക്ക് പോലും അറിയത്തില്ല സ്റ്റേഡിയം പണിയാന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇതുവരെ പണി ഞങ്ങൾ കിട്ടിയിട്ടില്ല. സാറ് പറ. ഗ്രൗണ്ട് വേണം, വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് എത്രയും പെട്ടെന്ന് ഇത് കാണുന്നവർ അതിനുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട്. സാറിൻ്റെ പേരുകളൊന്നും പറയാമോ? ഇജാസ്. ഇജാസ്. ഓക്കെ.